സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദിയിൽ ഇന്ന് ആശമാരുടെ കൂട്ട ഉപവാസം. ആരോഗ്യമന്ത്രിയുടെ ഡൽഹി നാടകം പൊളിഞ്ഞതിന് പിന്നാലെയാണ് ഉപവാസ സമരം പ്രഖ്യാപിച്ചത്. ആശമാരുടെ തുടർ നിരാഹാരം ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ അവഗണന തുടരുന്നതിനിടെയാണ് ആശമാർ സമരം കടുപ്പിക്കുന്നത്. ടിൻഡു ദാസ് ചേരുന്നവരുമായി. ടിൻഡു, ഗുഡ് മോർണിംഗ്. ഈ ആശമാർക്ക് ഓരോ ദിവസവും ഇങ്ങനെ നിരാശയുടെ ദിവസങ്ങളാണെന്ന് പറയേണ്ടി വരും. അത് നിരാഹാരം തുടങ്ങി അവർ ഇപ്പോൾ ഇന്ന് വീണ്ടും കടുപ്പിക്കുകയാണ്. അത് സെക്രട്ടേറിയറ്റ് മുന്നിലുള്ളവരെല്ലാവരും ഉപവാസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ വീടുകളിലുള്ളവരും ഈ ഉപവാസത്തിൽ പങ്കുചേരുന്നു എന്ന റിപ്പോർട്ടുകളാണ്. വിവരങ്ങൾ തീർച്ചയായിട്ടും വീണ, ഇന്ന് ആശാവർക്കർമാരുടെ സമരം 43ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഉപവാസ സമരം 5ാം ദിവസത്തേക്കിലും ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാരുടെ കൂട്ട ഉപവാസ സമരമാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ എത്താൻ കഴിയാത്ത ആശാവർക്കർമാർക്ക് വീടുകളിലും അതോടൊപ്പം തന്നെ PHSC അവർ ജോലി ചെയ്യുന്ന PHSCകളിലും ഉപവാസ സമരം ഇരിക്കാവുന്നതാണ്. നമുക്കറിയാം, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 43 ദിവസങ്ങൾക്ക് മുന്നെയാണ് ആശാവർക്കർമാർ സമരവുമായിട്ട് രംഗത്തെത്തിയത്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തിയത്. 43 ദിവസങ്ങൾ പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ആശാവർക്കർമാർക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഒരുപക്ഷെ ആശാവർക്കർമാർക്ക് ഈ സമരത്തിൽ നിന്നും പിന്മാറാതിരിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. കാരണം അവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 43 ദിവസമായിട്ടൊരു സമരം ഇരിക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ ഇൻസെൻറ്റീവ്, കൂടാതെ വിരമിക്കൽ തുക തുടങ്ങിയ ആവശ്യങ്ങൾ നിരവധി തവണ സംസ്ഥാന സർക്കാരുമായിട്ട് ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോടും ആരോഗ്യ വകുപ്പിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ആ തുക അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറാക്കുന്നില്ല. ഈ ആശാവർക്കർമാരുടെ ഇടപെടൽ കൊണ്ട് 2 തവണത്തെ സമരം ശക്തിപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ആശാവർക്കർമാരുടെ ആരോഗ്യവകുപ്പ് ചർച്ചയ്ക്കായി വിളിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ 2 ഭാഗത്തു നിന്നും ചർച്ച നടക്കുമ്പോൾ ഇടപെടലുകളും അതോടൊപ്പം തന്നെ സമവായങ്ങൾ ഉണ്ടാവണം. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സമവായം ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇവരെ അപ്പോഴും തളർത്തുന്ന നിലപാടുകളാണ് ഉണ്ടായത്. നിരവധി തവണ ഇവരുടെ ആവശ്യം, നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് ഓണറേറിയം വിധത്തിൽ എത്ര വരെ കൂട്ടാൻ സാധിക്കുമെന്നൊരു ഓപ്ഷൻ കൂടി ആശാവർക്കർമാർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. ആശാവർക്കർമാരോട് ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ ലേലം വിളിക്കാനാണോ ചർച്ചയ്ക്ക് വന്നത്? അത്തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ലാത്ത ചോദ്യങ്ങളാണ് ഒരു പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നത്. അപ്പോൾ കഴിഞ്ഞ 43 ദിവസമായിട്ട് ഇവരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തെ ഒരു ഘട്ടത്തിൽ പോലും സമരം കൈവിട്ടു പോകാതെ, ഒരു ഘട്ടത്തിൽ പോലും സമരം അക്രമാസക്തമായ രീതിയിലേക്ക് പോകാതെ വളരെ പക്വതയോടുകൂടി, വളരെ അച്ചടക്കത്തോടുകൂടി ഇവരുടെ ആവശ്യങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ സമരം ചെയ്യുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നിലപാട്, അവർക്ക് അനുകൂലമായിട്ടൊരു നിലപാടുണ്ടാകുന്നില്ല. അത് സർക്കാരിൻ്റെ പ്രതിനിധികളാണെങ്കിൽ പോലും, പാർട്ടി പ്രതിനിധികളാണെങ്കിൽ പോലും ആശാവർക്കർമാരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളരെ മോശം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് ഒരു പക്ഷേ അവർ സമരത്തെ നേരിടുന്നത്. ഏതാണ്ട് 23,000-ഓളം ആശാവർക്കർമാർ ജോലി ചെയ്യുന്ന സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിൽ നിന്നും അവരുടേതായിട്ടുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. പക്ഷേ അപ്പോഴും പറയുന്നത് വെറും 450-ൽ താഴെയുള്ള തീവ്രമായിട്ടുള്ള ആളുകൾ നടത്തുന്ന അജണ്ടയുടെ ഭാഗമായിട്ട് നടത്തുന്ന സമരമെന്നാണ് ഒരുപക്ഷെ ഈ സമരത്തെ സർക്കാർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ 43 ദിവസം പിന്നിടുമ്പോൾ, 5ാം ഉപവാസ ദിവസം പിന്നിടുമ്പോൾ സർക്കാർ ഒരു ഇടപെടൽ ഈ സമരത്തിൽ നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നെന്തായാലും ഏതാണ്ട് 3000-ഓളം ആളുകൾ ഇവിടെ കൂട്ട ഉപവാസത്തിനായി പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഉപവാസ സമരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ അവർ ജോലി ചെയ്യുന്ന PHSCകളിലും നിരാഹാര ഉപവാസ സമരം നടത്തുമെന്നാണ് നിലവിലിപ്പോൾ ആശാവർക്കർമാർ അറിയിക്കുന്നത്. വീണ. ഓക്കെ, ശരി ടിൻഡു. ഏതായാലും കൂട്ട ഉപവാസ സമരത്തിലേക്ക് കടക്കുകയാണ് ആശമാർ.